2026-27 ബജറ്റ് പ്രതീക്ഷിക്കുന്ന GDP, അതായത് മൊത്ത ആഭ്യന്തര വരുമാനം 3,93,393 കോടിയാണ്. ഈ പ്രതീക്ഷിക്കുന്ന GDP കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രതീക്ഷിച്ച GDP 3,56,93,923 കോടിയായിരുന്നു. പക്ഷേ റീവൈസ്ഡ് എസ്റ്റിമേറ്റിൽ അത് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതായത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ GDP, അതായത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വളർച്ചയുണ്ടായി എന്നർത്ഥം. അപ്പൊ അഡ്വാൻസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് 3,57,00,000, അതായത് ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നത് 3,56,00,000 ആയിരുന്നെങ്കിൽ റീവൈസ്ഡ് എസ്റ്റിമേറ്റിൽ അത് 3,57,00,000 കോടിയായിട്ട് വർദ്ധിച്ചു. അപ്പം കഴിഞ്ഞ വർഷത്തെ സമ്പദ്ഘടനയുടെ പെർഫോമൻസ് ഒട്ടും മോശമല്ലായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു സമ്പദ്ഘടന എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, വലിയ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു ട്രേഡ് സിറ്റുവേഷൻ, ട്രംപുമായിട്ടുള്ള ആ ട്രേഡ് താരിഫിന്റെ യുദ്ധവും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായി, നമ്മുടെ രൂപയുടെ മൂല്യം ഒരുപാട് ഇടിഞ്ഞു. ഇതൊക്കെ ആയിരുന്നിട്ടും GDPയുടെ പെർഫോമൻസ് മെച്ചപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇനി ഈ ബജറ്റിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 53,47,315 കോടിയാണ്. അത് തന്നെയാണ് മൊത്തം വരുമാനവും മൊത്തം ചെലവും. സാധാരണ രീതിയിൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മൊത്തം ചെലവും മൊത്തം വരുമാനവും ഈക്വൽ ആകും. അപ്പോൾ കടം മേടിക്കുന്നതൊക്കെ അതിനകത്ത് മൊത്തം വരുമാനത്തിന്റെ അകത്ത് തന്നെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും തയ്യാറാക്കുക. ഇനി കഴിഞ്ഞ ബജറ്റില് 4.1% ധനക്കമ്മി. അന്നേ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു, ഇത് ഞാൻ 4.3% ആയിട്ട് 2026-27 ബജറ്റിൽ കുറയ്ക്കുമെന്ന്. അതുപോലെ തന്നെ ധനക്കമ്മി 4.3% കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇക്കോണമിയുടെ ഈ 2025-26 പെർഫോമൻസ് മോശമല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെ പെർഫോമൻസ് നടത്തിയിട്ടും ഈ ബജറ്റിന്റെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. ചിലതൊക്കെ വിമർശനാത്മകമാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വിമർശനാത്മകമായിട്ടുള്ളത് എന്ന്. ഒന്നാമത്തെ കാര്യം സബ്സിഡീസിന്റെ കാര്യമാണ്. അതായത് ഫെർട്ടിലൈസർ സബ്സിഡി കഴിഞ്ഞ ബജറ്റിൽ 1,86,460 കോടി പറഞ്ഞിരുന്നു. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ പറയുന്നത് 1,70,781 കോടിയാണ്. എന്ന് വെച്ചാൽ ഫെർട്ടിലൈസർ സബ്സിഡി വലിയ തോതിൽ കട്ട് ചെയ്യും എന്നർത്ഥം. ഈ വർഷം തന്നെ നമ്മൾ കേരളത്തിലെ തെങ്ങിന്റെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. വേണ്ടത്ര ഫെർട്ടിലൈസേഴ്സ്, തെങ്ങിന് ഏറ്റവും ആവശ്യമുള്ളത് നൈട്രജന്റെ ഇരട്ടി വേണം പൊട്ടാസ്യം, അതുപോലെ നൈട്രജന്റെ പകുതി വേണം ഫോസ്ഫേറ്റ്. അങ്ങനെ വളമിടേണ്ട സ്ഥാനത്ത് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സ് വളരെ കുറഞ്ഞു പോയി. ഫെർട്ടിലൈസേഴ്സിന്റെ പൊതുവെ വില ഉയർന്നു. അത് കാരണം കൊണ്ട് കർഷകർക്ക് അത് വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഉൽപാദനക്ഷമത കുറഞ്ഞു പോയത്. കേരളത്തിൽ 500 രൂപയിലധികം വെളിച്ചെണ്ണയ്ക്ക് വില വന്നതും ഒക്കെ നമുക്കറിയാം. പക്ഷെ ആ സബ്സിഡി കഴിഞ്ഞ വർഷവും കുറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ ബജറ്റ് 2014-15 ബജറ്റിൽ തന്നെ BJP ഗവൺമെന്റ് പറഞ്ഞിരുന്നു ഫെർട്ടിലൈസർ സബ്സിഡി ഘട്ടം ഘട്ടമായി ഇല്ലാതെയാക്കുമെന്ന്. അങ്ങനെ ഓരോ ബജറ്റിലും കുറച്ചു കൊണ്ടുവരിക. ആ കുറച്ചു കൊണ്ടുവരേണ്ട ഫലമായിട്ടാണ് ഫെർട്ടിലൈസർ പ്രൈസസ് വർദ്ധിച്ചപ്പോൾ സബ്സിഡി കുറയുകയും ചെയ്തു. അങ്ങനെ കർഷകർക്ക് വാങ്ങാൻ പറ്റാതെ വന്ന് ആ അപകടം ഈ ബജറ്റിലും നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ബജറ്റിൽ കൊടുത്തത്ര ഫെർട്ടിലൈസർ സബ്സിഡി ഈ ബജറ്റിൽ കാണിച്ചിട്ടില്ല. അതുപോലെ ഫുഡ് സബ്സിഡി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത് 2,03,420 ആയിരുന്നു. പക്ഷെ അത് തികയാതെ വന്നതുകൊണ്ട് അത് റീവൈസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ റീവൈസ്ഡ് ആയിട്ട് എത്ര കൊടുക്കേണ്ടി വന്നു? 2,28,154 കൊടുക്കേണ്ടി വന്നു. വലിയ തോതിൽ മാറ്റം വരുത്തേണ്ടി വന്നു. അതിൽ നിന്ന് പോലും പാഠം പഠിക്കാതെ ഈ വർഷം 2,27,629 സബ്സിഡി ആയിട്ട് വെച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ റീവൈസ്ഡ് എസ്റ്റിമേറ്റിനേക്കാൾ കുറവ്. എന്ന് വെച്ചാൽ ഈ വർഷം വീണ്ടും അത് കൂട്ടി കൊടുക്കേണ്ടി വന്നേക്കാം.
അപ്പോൾ പിന്നെ ഈ സബ്സിഡി വെട്ടിക്കുറയ്ക്കാതിരിക്കുകയല്ലേ ഭേദം. അത് മാത്രവുമല്ല, അവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ട്രീറ്റി നമ്മൾ 1995 മരാക്കേഷിൽ വെച്ച്, മൊറോക്കോയുടെ മരാക്കേഷിൽ വെച്ച് ആ ട്രീറ്റിയിൽ സൈൻ ചെയ്യുന്ന സമയത്ത് അംഗരാജ്യങ്ങൾ എടുത്ത ഒരു തീരുമാനമുണ്ട്. അതായത് ആ ട്രീറ്റിയുടെ ഒരു ഉടമ്പടിയാണ് ഡെവലപ്പിംഗ് ഇക്കോണമീസ് രാജ്യങ്ങൾക്ക് അവരുടെ കാർഷിക GDPയുടെ 10% വരെ സബ്സിഡി കൊടുക്കാമെന്ന്. അപ്പോൾ എന്തിനാണ് സബ്സിഡി ഘട്ടം ഘട്ടമായിട്ട് വെട്ടിക്കുറയ്ക്കുന്നത്? ഈ രാജ്യം ഒന്ന് വികസിച്ചോട്ടെ, ആ കാർഷിക മേഖല ഒന്ന് വികസിച്ചോട്ടെ എന്ന് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് വിചാരിക്കാത്തത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ അത് ഫുഡ് സബ്സിഡിയുടെ കാര്യം. ഇനി പെട്രോളിയം സബ്സിഡിയും വെട്ടിക്കുറച്ചിരിക്കുന്നു. 15,121 കോടിയായിരുന്നു കഴിഞ്ഞ ബജറ്റിലെ ഫെർട്ടിലൈസർ സബ്സിഡി. അതിപ്പോ 12,085 കോടിയായിട്ട് കുറച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഈ സബ്സിഡി വെട്ടിക്കുറച്ചത് ഒരു വളരെ മോശം പ്രകടനമായിട്ടേ കാണിക്കാൻ പറ്റൂ. കാരണം അത് WTO പോലും അനുവദിക്കുന്ന ലെവലിന്റെ ഒരുപാട് താഴെയാണ് നമ്മുടെ സബ്സിഡി ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ഇപ്പൊ ഈ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ക്യാപെക്സ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 12.2 ലക്ഷം കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ മാറ്റിവെച്ചിരിക്കുന്ന, അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അതായത് ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു വശത്ത്, പാലം, റോഡ്, തോട്, ഇതൊക്കെ വരും അതിനകത്ത്. അതേ സമയത്ത് ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അഥവാ സാമൂഹിക ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ. ആക്ച്വലി നല്ല ആരോഗ്യവും നല്ല വിദ്യാഭ്യാസവും ഉള്ള മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനം. അപ്പൊ അങ്ങനെ ആ നിർമ്മിതിക്ക് എഡ്യൂക്കേഷനിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ആരോഗ്യത്തിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഈ ബജറ്റില് വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്ര മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് നോക്കാം. 1,09,029 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ 1,09,029 കോടി എന്ന് പറയുന്നത് നമ്മുടെ GDPയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്നൊന്ന് നോക്കുക. അത് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, 0.27%. നിങ്ങൾ ചൈനയിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്കോ മറ്റേത് വികസിത രാഷ്ട്രത്തിലേക്കും ഒന്ന് നോക്കുക. വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് GDPയുടെ 6% അതിലുപരിയോ ആയിരിക്കും. എങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്തെ ഈ ഹൈടെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജി യുഗത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു മാറ്റം. അത് മാത്രമല്ല, ഈ ഗവൺമെന്റ് ആദ്യമായിട്ട് 2014-15 തന്നെ പ്രധാനമന്ത്രി ആദ്യത്തെ ബജറ്റ് സ്പീച്ചിന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പ്രസംഗിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ടെക്നോളജി, ട്രെയിനിങ്, ട്രേഡ്, ടൂറിസം, ട്രഡീഷൻ, ഈ 5T കൊണ്ട് ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മൂന്നാമത്തെ ഭരണത്തിൽ മൂന്നാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന കൈത്താങ്ങ് വളരെ കുറവായി പോയി. അത് ഓർക്കണം. 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഏറ്റവും വലിയ ജനസംഖ്യാ രാഷ്ട്രമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരമൊക്കെ വളരെ മോശമാണ്. അത്തരം ഒരു രാജ്യത്തെ ഇത്ര മാത്രമേ വിദ്യാഭ്യാസത്തിന് കൊടുത്തുള്ളൂ എന്നുള്ളത് ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ ആരോഗ്യം നോക്കുക. ഹെൽത്തിന് എന്താ കൊടുത്തിരിക്കുന്നത്? ഹെൽത്തിന് കൊടുത്തിരിക്കുന്നത് 1,04,599 കോടി. 1,04,599 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് GDPയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കുക നമുക്ക്. 0.26%. 0.26%. അത് ഒന്ന് ഓർമ്മിക്കണം നമ്മൾ. 2017 ഈ ഗവൺമെന്റ്, അതായത് BJP ഗവൺമെന്റ് ഒരു ആരോഗ്യ നയം, നാഷണൽ ഹെൽത്ത് പോളിസി 2017. എന്താണ് ആ ഹെൽത്ത് പോളിസിയിൽ പറയുന്നത്? കേന്ദ്ര ഗവൺമെന്റ് GDPയുടെ 2% എങ്കിലും ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം. അതുപോലെ സംസ്ഥാനങ്ങൾ GSDPയുടെ 8% ചെലവഴിക്കണം എന്നാണ് ആ ആരോഗ്യ നയം പറയുന്നത്. അങ്ങനെ ഒരു ആരോഗ്യ നയം കൊണ്ടുവന്ന ഗവൺമെന്റ് ആണ് സ്വന്തം ബജറ്റിൽ 0.26%
ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ജനങ്ങളെ പരിഹസിക്കുന്നത്. എന്നിട്ട് ഈ ബജറ്റിന്റെ ആരംഭത്തിൽ പറഞ്ഞത് എന്താണ്? ഈ ബജറ്റ് 3 കർത്തവ്യങ്ങളുടെ പേരിലുള്ള ബജറ്റാണ്. എന്തൊക്കെയാണ് ആ 3 കർത്തവ്യങ്ങള്? 1, ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് മുന്നേറുക. 2, എല്ലാവരെയും ചേർത്ത് മുന്നേറുക. 3, സമസ്ത ജനവിഭാഗങ്ങളുടെയും വികസനത്തോടു കൂടി മുന്നേറുക. ഇങ്ങനെ പറയുന്ന ഗവൺമെന്റിന്റെ ബജറ്റിലാണ് ഈ എല്ലാ ജനവിഭാഗങ്ങൾക്കും എല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ഇതുപോലെ ഈ നക്കാപ്പീച്ച ചെലവഴിച്ചാൽ മതിയോ? ഇത് ഗവൺമെന്റ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ചിന്തിക്കാനും മാറ്റം വരുത്താനും തയ്യാറില്ലെങ്കിൽ അതിനെ ജനങ്ങൾ തീർച്ചയായിട്ടും ചെറുക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം കിടക്കുകയാണ്, വിവിധ വകുപ്പുകൾ കിടക്കുകയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പോകാൻ ഇപ്പോൾ സമയമില്ല എന്നതുകൊണ്ട് തന്നെ ഇനി ടോട്ടൽ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് നോക്കാം. നമ്മുടെ സംസ്ഥാനം എത്രയാ ചോദിച്ചിരുന്നത്? 21,000 കോടി അഡീഷണൽ പാക്കേജ് ചോദിച്ചു. അതുകൂടാതെ ഫിനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ 41% നിന്ന് 50% ആക്കണമെന്നും നമ്മുടെ സംസ്ഥാനം സജസ്റ്റ് ചെയ്തിരുന്നു. അത് തള്ളി എന്ന് മാത്രവുമല്ല, ഇവിടെ മറ്റൊരു ബുദ്ധിമുട്ടും കൂടെ വന്നിരിക്കുന്നത്, ഈ സംസ്ഥാനങ്ങൾക്ക് ആകെ ഡിവോൾവ് ചെയ്തിരിക്കുന്ന, ആകെ മാറ്റിവെച്ചിരിക്കുന്ന ഫണ്ട് ഈ കഴിഞ്ഞ ബജറ്റിൽ 23,36,144 കോടിയായിരുന്നു. 23,36,144 കോടി. അത് വർദ്ധിപ്പിച്ചത് 26,20,769, അതായത് 23 ലക്ഷത്തിൽ നിന്ന് 26,20,769 കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വർദ്ധിപ്പിച്ചതിന്റെ ഒരു ഷെയർ വർധനവ് നമുക്കും കിട്ടും. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ 21,000 കോടിയൊന്നും ഒരു കാരണവശാലും നമുക്ക് സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പം ഈ ബജറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ആശാവഹമായ ഒരു ബജറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേ സമയത്ത് ടെക്നോളജിയിൽ അന്ന് പറഞ്ഞ ആ ടെക്നോളജി ട്രേഡ് ട്രഡീഷൻ എന്നൊക്കെ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രസംഗം, ആ പ്രസംഗത്തിന് അനുസൃതമായിട്ടില്ലെങ്കിൽ പോലും ടെക്നോളജി വിഭാഗത്തിൽ നമ്മൾ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിൽ വളരെ പിന്നിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവിധ മേഖലകളിലെ ടെക്നോളജി ഇന്നൊവേഷൻ മുതലായവ വികസിപ്പിച്ചു വരാനും ആ തരത്തില്, അതായത് ഒരു ഉദാഹരണത്തിന് ഇന്ത്യയെ ഒരു ബയോ ഫാമ ഹബ്ബാക്കി മാറ്റാനായിട്ട്, മെഡിസിൻസിന്റെ ഒരു ഹബ്ബാക്കി മാറ്റാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ, ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആയുഷ്. അപ്പൊ ആയുഷ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആയുർവേദത്തിനും വലിയ പ്രാധാന്യം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇന്നൊവേഷൻ അങ്ങനെയുള്ള മേഖലകളിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളുണ്ട്. അപ്പൊ കേരളം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ കേരളത്തിന് അത് പ്രയോജനകരമായി വരും. പിന്നെ അതുപോലെ തന്നെയാണ് ടൂറിസത്തിന് വലിയ പ്രാധാന്യം ബജറ്റ് കൊടുക്കുന്നുണ്ട്. ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഹെറിറ്റേജ് ടൂറിസം, അതിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. ഹെറിറ്റേജ് ടൂറിസത്തിന് വലിയ പൊട്ടൻഷ്യലാണ് കേരളത്തിലുള്ളത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണ്ട. ശബരിമല തൊട്ടുള്ളതൊക്കെ ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, സീപ്ലെയിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ, അപ്പൊ നമുക്ക് സീപ്ലെയിനിന്റെ ആവശ്യം വരും. അങ്ങനെ ഉഡാൻ പദ്ധതിയുടെ കീഴിലാണ് സീപ്ലെയിന്റെ നിർമ്മാണമൊക്കെ നടക്കും. അങ്ങനെ വരുമ്പോൾ സീപ്ലെയിൻ നമുക്ക് കുറച്ചും കൂടി വില കുറഞ്ഞു കിട്ടുകയും അത് പ്രയോജനപ്പെടുത്തി ടൂറിസത്തെ വികസിപ്പിക്കുന്നതിനും സഹായകമായി വരും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ അത് കൂടാതെ അപ്പോൾ ബയോഫാമയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, സെമി കണ്ടക്ടർ ഉൽപാദനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതിന്റെ ഒക്കെ കൂടെയാണ് ധാതു ഖനനം. അപ്പൊ ഈ ധാതു ഖനനം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചവറ പോലെയുള്ള മേഖലകളിലെ മിനറൽ റിസോഴ്സസ്, മിനറൽ റെയർ എർത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം ഉൽപ്പന്നങ്ങളെ പറ്റി വളരെ വലിയ പ്രതീക്ഷയാണ് സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഉള്ളത്. പക്ഷേ മറ്റ് പലർക്കും ആകാംക്ഷയുണ്ട് ഇക്കാര്യത്തിൽ. കാരണം നമ്മുടെ ധാതു മിനറൽസ് വളരെ ശ്രദ്ധേയമായ വലിയ വലിയ സാധ്യതകൾ, അനന്ത സാധ്യതകൾ ഭാവിയിലേക്കും തരുന്നതാണ്. അപ്പൊ അത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വന്ന് വലിയ തോതിൽ അത് എടുത്തു കൊണ്ടുപോകുമോ എന്ന ഭയം നമ്മുടെ സാധാരണ, അതായത് ഇതിനെ ശാസ്ത്ര ലോകത്തിനുണ്ട്. അത് കണക്കിലെടുത്തു വേണം നമ്മൾ അതിനൊക്കെ പെർമിഷൻ കൊടുക്കാൻ. പിന്നെ വേറെ ഒന്നും കൂടി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ടൂറിസത്തിലെ ഗൈഡ്സിന് 10,000 ഗൈഡ്സിന് IIM കീഴില്
ട്രെയിനിങ് കൊടുക്കുമെന്ന്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ എങ്ങനെ അവരുടെ ഗൈഡ്സിന്റെ എല്ലാവിധ കഴിവുകളും ആ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിനോ വികർഷിക്കുന്നതിനോ പര്യാപ്തമായിരിക്കും. അപ്പൊ ഈ ട്രെയിനിങ് IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് വഴി ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറയുന്നത് മോശം കാര്യമല്ല. അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഓരോ വനിതാ ഹോസ്റ്റൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിന് 14 ജില്ലകളിലും ഓരോ വനിതാ ഹോസ്റ്റലുകൾ അതും വലിയ സാധ്യതകളോടുകൂടി കിട്ടാനുള്ള സൗകര്യം ഒരുക്കണം. അത് ഗവൺമെന്റിന്റെ കഴിവ് അനുസരിച്ചിരിക്കും. കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട്, അതായത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്ക് 7 റെയിൽ കോറിഡോർ ഉണ്ട്, അതിൽ കേരളം വന്നിട്ടില്ല. അതുകൊണ്ട് അയ്യോ ഞങ്ങൾക്ക് എന്താ പറയുക, ഈ പറയപ്പെട്ട റെയിൽ പ്രതീക്ഷിച്ചിരുന്ന അത് ശബരി പാതയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്, അത് കിട്ടിയില്ല. പക്ഷെ 3 വന്ദേ ഭാരത് ട്രെയിനുകൾ നമുക്ക് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ അനൗൺസ് ചെയ്തതാണ്. അതുകൊണ്ടാകാം ഒരു പക്ഷേ ഈ വർഷം കിട്ടാത്തത്. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മെ സങ്കടപ്പെടുത്തുന്ന മറ്റൊന്നാണ്, എയിംസ് ഇതുവരെയും കിട്ടിയില്ലെന്ന്. 2002 തന്നെ, അതായത് വാജ്പേയി ഗവൺമെന്റ് പ്രധാനമന്ത്രി ആയിരിക്കെ തന്നെ ദേശീയ തലത്തിൽ കൊണ്ടുവന്ന ഒരു നിയമത്തിൽ, അതായത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജുകളോ ഒന്നും ഇല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് ഈ ഫെസിലിറ്റി, അതായത് എയിംസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നതിന് പ്രയോറിറ്റി കൊടുക്കുമെന്ന് ഉണ്ടായിരുന്നു. ആ പ്രയോറിറ്റി പോലും മറന്നുപോയിട്ടുണ്ടാകാം. അഥവാ ഇവിടുന്ന് ചോദിക്കുന്നവര് ആ പ്രയോറിറ്റിയെ പറ്റി കുറിക്കുന്നുണ്ടാവില്ല. എന്തായാലും എയിംസ് ഇത്തവണയും കിട്ടിയിട്ടില്ല. നമ്മുടെ ഇവിടെ നിന്ന് 2 മന്ത്രിമാരുള്ളതാണ്. എന്നിട്ട് പോലും നാം പ്രതീക്ഷിച്ചത്ര രീതിയിൽ ബജറ്റ് കേരളത്തിന് വേണ്ടി ഉയർന്നിട്ടില്ല എന്ന് പറയാതെ തരമില്ല. പക്ഷേ കേരളത്തെ അവഗണിച്ചിട്ടുമില്ല. കിട്ടിയിട്ടുള്ള പരിഗണനകൾ നല്ലവണ്ണം പ്രയോജനപ്പെടുത്തണം എന്ന് വിചാരിച്ച് കേരളം മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ കേരളത്തിന് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കുതിക്കാവുന്നതേ ഉള്ളൂ.